ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. തിരുവചന ചിന്തയ്ക്കു വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സകലരെയും സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്കു വേണ്ടി ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 52 വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി 41:52. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ തൻ്റെ രണ്ടാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. യോസഫിൻ്റെ ജീവിത ചരിത്രമാണ് ഈ അധ്യായങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യോസഫിൻ്റെ ജീവിതത്തിൽ സ്വപ്നം കണ്ടതോടുകൂടി കാര്യങ്ങൾ നേരെ തിരിയുവാനിടയായി തീർന്നു. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. യോസഫിനെ ഇല്ലാതാക്കേണ്ടതിന് പൊട്ടക്കിണടും കാരാഗ്രഹവും അതുപോലെ പോത്തിഫറിൻ്റെ വീടുമൊക്കെ ഒരുമിച്ച് എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. യോസഫിൻ്റെ ജീവിത യാത്ര ശ്രദ്ധയോടെ വായിച്ചാൽ അറിയാം, അവിടെയെല്ലാം യോസഫിനോട് കൂടെ ദൈവമിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്രയീമിൽ യോസഫ് എത്തുവാനിടയായി തീർന്നു. അവിടെ വച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്ന പ്രതിസന്ധികളെയൊക്കെ യോസഫ് അയവിറക്കുകയാണ്. ഇന്ന് മിസ്രയീമിലാണ് താൻ ആയിരിക്കുന്നത്. ആ അനുഭവത്തെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് യോസഫ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നത് വാഗ്ദത്ത ദേശത്തിലല്ല, ഞാൻ ജീവിക്കുന്നത് എൻ്റെ അപ്പൻ്റെ കൂടെയല്ല, ഞാനായിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ കീഴിലല്ല. എൻ്റെ സഹോദരങ്ങളെല്ലാം ശത്രുക്കളെ പോലെ എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഇപ്പോൾ ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് മിസ്രയീമില, അഥവാ സങ്കടദേശത്തില ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യോസഫ് പറയുകയാണ്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. സാധ്യതയുടെ എല്ലാ വാതിലുകളും അടഞ്ഞ് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ കഷ്ടകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ശോധനയിലൂടെയാണ്, വേദനകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഒക്കെ ആരെങ്കിലും ഹൃദയം കൊണ്ട് പറയുന്നെങ്കിൽ അവരോട് ഈ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് പറയാം. സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ള ഒരു മഹാ ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. എത്ര വലിയ അണ്ണന്മാർ കൈവിട്ടാലും, എത്ര വലിയ പൊട്ടക്കിണറ്റിനകത്ത് വീഴേണ്ടി വന്നാലും, വില പറഞ്ഞു വിൽക്കേണ്ട അവസ്ഥയിലൂടെ ജീവിതം കടന്നു പോയാലും, ചെയ്യാത്ത കുറ്റത്തിന് പോത്തിഫറിന്റെ വീട്ടിൽ നിന്ദിതനായി കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നാലും, പ്രിയരെ, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ശോധനകളും സങ്കടദേശവും ഇല്ല എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ സങ്കടദേശത്ത് ചുരുങ്ങിപ്പോകാൻ, കുറഞ്ഞു പോകാൻ, നശിച്ചു പോകാൻ ഒരു നാളും ദൈവം അനുവദിക്കത്തില്ല. സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പുറപ്പാട് പുസ്തകം 1 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, മിസ്രയീമിൽ ആൺതലമുറകളെ മുഴുവനും കൊന്നുകളയേണ്ടതിന് രഹസ്യമായി ഫറവോൻ അജണ്ടകൾ തയ്യാറാക്കി. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം മിസ്രയീം അവരുടെ വാഗ്ദത്ത ദേശമല്ല, അവരുടെ സങ്കടദേശമാണ്. വിയർപ്പിന് വില കൽപ്പിക്കാത്ത ദേശം,
കണ്ണുനീരിന് വിലയിടാത്ത സ്ഥലം, അടിമത്വത്തിൻ്റെ വേദനകൾ അനുഭവിച്ച പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ഭാരത്തോടെ കിടക്കുന്ന ഇടം. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആ മിസ്രയീമിൽ ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. ഇന്ന് രാവിലെ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളുടെ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തെയാ നാം സേവിക്കുന്നത്. ആൺപിള്ളേരെ മുഴുവനും കൊന്നുകളയേണ്ടതിന് ആരും അറിയാതെ ഫറവോനും കൂട്ടരും പദ്ധതികൾ തയ്യാറാക്കിയെങ്കിൽ, അതേ മിസ്രയീമിൽ തന്നെ ഇസ്രായേൽ ജനത്തെ പെരുകി വർദ്ധിക്കത്തക്ക നിലയിൽ ദൈവം പദ്ധതികൾ അവർക്ക് വേണ്ടി ഒരുക്കാനിടയായി തീർന്നു. മരണത്തിന്റെ കരം അവരെ തേടി വന്നെങ്കിലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം ഒരു തലമുറയെ അതിൻ്റെ നടുവിൽ വളർത്തിയെടുത്തു. പ്രിയരെ, ഒരു മോശയെ ദൈവം മുൻപോട്ട് കൊണ്ടുവരുവാനിടയായി തീർന്നു. അത് അവരുടെ പുറപ്പാടിന് കാരണമായി തീർന്നു. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിങ്ങളുടെ ജോലിസ്ഥലം ഒരു സങ്കടദേശമാണോ? ഭാരപ്പെടരുത്, അവിടെ നിങ്ങൾ ചുരുങ്ങിപ്പോകത്തില്ല. അവിടെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവാനിടയായി തീരും. നിങ്ങളുടെ കുടുംബജീവിതം ഒരു സങ്കടദേശത്തിന് തുല്യമായിരിക്കുകയാണോ? നിരാശപ്പെട്ടു പോകരുത്. അവിടെ ഒരു വർധനവിനെ ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം താറുമാറായി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടദേശത്ത് അകപ്പെട്ടതുപോലെയാണോ? തിരിച്ചറിയുക, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഹാഗർ മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ച് കരയുമ്പോൾ ഒരു ഉറവയെ തുറന്നു കൊടുത്തിട്ട് ദൈവം ഹാഗറിനോട് പറഞ്ഞു, ഇവൻ മരുഭൂമിയിൽ വളർന്ന് പ്രബലനായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ പകൽ തിരിച്ചറിയണം, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, കൈക്ക് പിടിക്കുവാൻ, മാനിക്കുവാനും ഉയർത്തുവാനും കരുത്തുള്ളൊരു ദൈവമുണ്ട്. യബേസിന്റെ പ്രാർത്ഥന അതായിരുന്നല്ലോ, എൻ്റെ അതിർവരമ്പുകളെ ഒന്ന് വിശാലമാക്കണം. കാരണം യബേസ് ജീവിച്ചു കൊണ്ടിരുന്നത് സങ്കടദേശത്താണ്. ഒന്ന് നിന്ന് തിരിയാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളാൽ ചുറ്റപ്പെട്ട അവസ്ഥ. ദൈവം യബേസിന്റെ പ്രാർത്ഥനയെ കേട്ടു. അവന്റെ സങ്കടദേശത്തിന് അറുതി വരുത്തുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ദൈവം നമ്മുടെ സങ്കടദേശത്ത് നമ്മെ വർദ്ധിപ്പിക്കുവാൻ എഴുന്നേൽക്കുന്ന പ്രഭാതമായി തീരട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? മറക്കരുത്, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. സങ്കടദേശങ്ങളിൽ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ദൈവ പ്രവർത്തികൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് നന്ദി. പൊന്നുകരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.